നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക് ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത് തരിപ്പിനും മരവിപ്പിനും ഒക്കെ കാരണമായിട്ടുള്ള ഒരു വൈറ്റമിൻ ഉണ്ട്. കാരണമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ വൈറ്റമിൻ നിങ്ങളുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാരണം നിങ്ങൾക്ക് തരിപ്പ്, മരവിപ്പ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ്. ആ ഒരു വൈറ്റമിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കൂടുതലായിട്ട് നമുക്ക് പറയുന്ന സമയത്ത് നമ്മുടെ ഈ ഞരമ്പുകളൊക്കെ നശിച്ചു തുടങ്ങാറുണ്ട്. ഈ നശിച്ച ഞരമ്പുകളെ, അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങളും പ്രോബ്ലംസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുമൂലമുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെയൊക്കെ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ആ ഒരു വൈറ്റമിനെ നമ്മൾ വൈറ്റമിൻ B12 എന്നാണ് പറയുന്നത്. ഇതിനെ നമ്മൾ കൊബലമൈൻ എന്നാണ് പറയുന്നത്. കൊബലമൈൻ എന്ന് പറയുന്നത് ബി വൈറ്റമിനിൽ പെടുന്നതാണ്. ഇത് നമുക്കറിയാം, ഇതൊരു വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള, അതായത് വെള്ളത്തിലാണ് ഇതിൻ്റെ ഒരു ദഹനം നടക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ വെള്ളം പ്രോപ്പറായിട്ടുള്ള അളവിൽ അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ വൈറ്റമിൻ നമ്മുടെ ബോഡിയിലോട്ടുള്ള അബ്സോർപ്ഷൻ നടക്കുള്ളൂ. അപ്പോൾ നമുക്കറിയുന്ന പോലെ തന്നെ വൈറ്റമിൻ ബി എടുത്ത് നോക്കുന്ന സമയത്ത് അതിനകത്ത് B1 ഉണ്ട്, B2 ഉണ്ട്, B3 ഉണ്ട്, B9 ഉണ്ട്, അതുപോലെ തന്നെയാണ് B12 വരുന്നത്. അപ്പോൾ ഈ ഒരു B12 എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വൈറ്റമിനാണ്. അത് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട റീസൺ, ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള മരവിപ്പ് വരാം, അതുപോലെ തന്നെ തരിപ്പ് വരാം. അപ്പം എല്ലാ ഡയബറ്റിസ് പേഷ്യൻസിനെയും നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു 70% ആളുകളിലും കാണുന്നൊരു പ്രശ്നമാണ് കൈകാലുകൾക്ക് ഉണ്ടാകുന്ന തരിപ്പ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അവരെ കോറിലേറ്റ് ചെയ്യുന്നൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞൊരു അസുഖത്ത് ആയിട്ട് നമ്മൾ ചിലപ്പോൾ കോറിലേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ എല്ലാവരിലും ഈ ഒരു ഡയബറ്റിക് ന്യൂറോപ്പതി തന്നെ ആവണം എന്നില്ല. ഒട്ടുമിക്ക ആളുകളിലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് വൈറ്റമിൻ B12 കുറഞ്ഞിട്ട് അവരിൽ ഈ ഒരു തരിപ്പ്, മരവിപ്പ് പോലെ വരുന്ന പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പം ഡയബറ്റിസ് ഉള്ള ആളുകളിലും ഈ ഒരു വൈറ്റമിൻ B12 കുറഞ്ഞു പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ തരിപ്പ് വരാം, മരവിപ്പ് വരാം, അതുപോലെ തന്നെ ഓർമ്മക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ വരാം, എപ്പോഴും ക്ഷീണം വരാം. കാരണം അതിനൊക്കെ ഒരു പ്രത്യേക റീസൺസ് ഉണ്ട്. ക്ഷീണം എന്തുകൊണ്ടാണ് വൈറ്റമിൻ B12 കുറയുന്ന സമയത്ത് ക്ഷീണം വരുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. അതൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഓർമ്മക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ. കാരണം നമ്മുടെ ഞരമ്പുകൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ B12. അപ്പോൾ ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ നെർവ്സുമായിട്ട്, അതായത് നമ്മുടെ ഞരമ്പുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പം നമ്മൾ നോക്കാം ഇതെങ്ങനെയാണ് നമ്മുടെ ബോഡിയിലോട്ട് അബ്സോർബ് ആവുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയൊക്കെ തന്നെ വൈറ്റമിൻ B12 നമ്മുടെ ആമാശയത്തിലെത്തുന്നു. അവിടുന്ന് ഇതിൻ്റെ ഒരു അബ്സോർപ്ഷൻ നടക്കുന്നത് നമ്മുടെ ചെറുകുടലിൽ വെച്ചിട്ടാണ്. അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ് വൈറ്റമിൻ B12ൻ്റെ അബ്സോർപ്ഷൻ കൂടുതലായിട്ട് നടക്കുന്നത്. അങ്ങനെ ചെറുകുടലിൽ വെച്ചിട്ട് ഇതിൻ്റെ അബ്സോർപ്ഷൻ നടന്നു കഴിഞ്ഞാൽ നേരെ ഇത് പോയിട്ട് എവിടെ സ്റ്റോർ ചെയ്യും? ലിവറിൽ സ്റ്റോർ ചെയ്യും. ലിവറിൽ ഇത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ബോഡിയുടെ അത്യാവശ്യം അല്ലെങ്കിൽ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇത് ബ്ലഡിലോട്ട് റിലീസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ലിവർ ഹെൽത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ ഒരു വൈറ്റമിൻ B12 സ്റ്റോർ ചെയ്യുന്നത് കുറയും. അതുകൊണ്ട് തന്നെ ലിവർ കംപ്ലയിൻസ് ഉള്ള ആളുകളിലും നമ്മൾ ഈ വൈറ്റമിൻ B12 കുറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട സിംറ്റംസുകളൊക്കെ കാണാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ലിവർ കംപ്ലയിൻസുകളൊക്കെ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ മാറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വൈറ്റമിൻ B12 റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് എന്തൊക്കെ ഫങ്ഷൻസാണ് ഈ വൈറ്റമിൻ B12 നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് എന്ന് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്ന സമയത്ത് RBCൻ്റെ പ്രൊഡക്ഷനാണ്. റെഡ് ബ്ലഡ് സെൽസിൻ്റെ പ്രൊഡക്ഷന് വൈറ്റമിൻ B12 നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടെങ്കിലാണ് നമുക്കറിയാം അയൺ പ്രൊഡക്ഷനും കാര്യങ്ങളോ HB പ്രൊഡക്ഷനോ ഒക്കെ നടക്കുന്നത്. ഈ റെഡ് ബ്ലഡ് സെൽസ് കുറഞ്ഞു കഴിഞ്ഞാൽ HBയുടെ പ്രൊഡക്ഷനൊക്കെ കുറയും. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് വരാം? അമിതമായിട്ടുള്ള ക്ഷീണം കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. രണ്ടാമതായിട്ട് വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് WBCയുടെ പ്രൊഡക്ഷനും ഈ ഒരു വൈറ്റമിൻ B12 അത്യാവശ്യമായിട്ട് വേണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അലർജി വരിക, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ വൈറ്റമിൻ B12 കുറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെ അലർജി കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ B12 ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് നമ്മുടെ ഞരമ്പുകളുടെ കവറിങ് വരുന്നുണ്ട്. ഈ കവറിങ്ങിനെ നമ്മൾ പറയുന്നത് മൈലിൻ ഷീത്ത് എന്നാണ്. ഈ മൈലിൻ ഷീത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് വൈറ്റമിൻ B12 ആണ്. അപ്പോൾ ഈ വൈറ്റമിൻ B12 നമ്മുടെ ശരീരത്തിനകത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ കവറിങ്ങിന് എന്ത് വരും? കേടുപാടുകൾ സംഭവിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ വരാം. അപ്പം അതിൻ്റെ ഭാഗമായിട്ടായിട്ട് മെയിനായിട്ടും നമുക്ക് തരിപ്പ്, മരവിപ്പ്, അതുപോലെ തന്നെ ഈ ഓർമ്മക്കുറവ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ B12 കുറയാനുള്ളൊരു പ്രധാനപ്പെട്ട റീസണാണ് നമ്മുടെ ഗട്ട് ഇംപ്രോപ്പറായിട്ട് മാറുന്നത്. നമ്മുടെ
നമ്മുടെ ഗട്ട് ഹെൽത്ത് ശരിയല്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അസിഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടാകുകയും അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓർമ്മക്കുറവ്, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് തരിപ്പ്, മരവിപ്പ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അസിഡിറ്റി എന്ന് പറഞ്ഞ കാരണം കൊണ്ട് നമുക്ക് വൈറ്റമിൻ B12 കുറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് നെഞ്ചരിച്ചിലുണ്ട്, പുളിച്ചതാട്ടലുണ്ട്, അതുപോലെ തന്നെ വയറ്റിനുള്ളിൽ നിന്നൊക്കെ ഭയങ്കര എരിച്ചിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് നെഗ്ലക്റ്റ് ചെയ്ത് പോകരുത്. അതിനുള്ള പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. കാരണം ഈ ഒരു അസിഡിറ്റി എന്ന് പറയുന്നത് ഒരുപാട് ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കും. അപ്പോൾ നോക്കുന്ന സമയത്ത് അതിപ്പോൾ ഹൈപ്പോസിഡിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹൈപ്പർ അസിഡിറ്റി ആയിക്കോട്ടെ, ഇത് ഏത് കണ്ടീഷനാണെങ്കിലും അവിടെ വൈറ്റമിൻ B12, അതുപോലെ തന്നെ അയേൺ, വൈറ്റമിൻ C, ഇതിൻ്റെയൊക്കെ അബ്സോർപ്ഷൻ കുറയുന്നതിന് കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ ചെയ്യണം. ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് നല്ല പ്രോബയോട്ടിക്സ് കഴിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ഗട്ട് ഹെൽത്തി അല്ലെങ്കിൽ ഗട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. അപ്പോൾ കൂടുതൽ ഷുഗറുള്ള ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗട്ട് എന്താവും, ഇംപ്രോപ്പർ ആവും. അതുപോലെ തന്നെ വല്ലാതെ ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കുക, അല്ലെങ്കിൽ ഒരുപാട് പൊരിച്ച കരിച്ച ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗട്ടിന് അത് ഒട്ടും തന്നെ നല്ലതല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ ഒഴിവാക്കിയിട്ട് തൈര്, മോര് പോലെയുള്ള പ്രോബയോട്ടിക്സുകൾ നിങ്ങളുടെ ഭക്ഷണത്തിനകത്ത് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കൂടുതൽ എരിവ് പുളികളുള്ള ഫുഡുകളുടെ അളവൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഫ്രൂട്ട്സുകൾ നന്നായിട്ട് കഴിക്കണം, അതുപോലെ തന്നെ വെജീസും നന്നായിട്ട് കഴിക്കണം. ഇതൊക്കെ ഞാൻ പറയുന്നത് നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ B12 ഇമ്പ്രൂവ് ആവാൻ, അല്ലെങ്കിൽ അത് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിനകത്ത് നമ്മൾ അത് റിച്ച് ആയിട്ടുള്ള ഫുഡുകളാണ് കഴിക്കേണ്ടത്. അപ്പോൾ വൈറ്റമിൻ B12 എന്ന് പറയുന്നത് മാംസാഹാരത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത്. മാംസാഹാരം എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ചുവന്ന മാംസം ആയിക്കോട്ടെ അല്ലെങ്കിൽ ലീൻ മീറ്റ് ആയിക്കോട്ടെ, ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും നമ്മുടെ ശരീരത്തിനകത്തോട്ട് കൂടുതലായിട്ട് വൈറ്റമിൻ B12 കിട്ടുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഭക്ഷണങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് മുട്ട നല്ലതാണ്, ചിക്കൻ കഴിക്കുന്നത് നല്ലതാണ്, ബീഫ്, മട്ടൻ, പോർക്കൊക്കെ കഴിക്കുന്നത് നമുക്കറിയാം, ഇതൊക്കെ റെഡ് മീറ്റിൽ വരുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് മറ്റ് അസുഖങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക്, അധികം പ്രായമില്ലാത്തവർക്ക്, അവർക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തരിപ്പ് അല്ലെങ്കിൽ ഓർമ്മക്കുറവ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഒക്കേഷണലി ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഈ പറയുന്ന മാംസാഹാരങ്ങളൊക്കെ നമുക്ക് അവർക്ക് കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ അവർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ മുട്ട കൊടുക്കുക, പനീർ കൊടുക്കുക, പാൽ ഉൽപ്പന്നങ്ങൾ കൊടുക്കുക, നെയ്യ്, വെണ്ണ, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇലക്കറികൾ, പച്ചതരത്തിലുള്ള ഇലക്കറികൾ, ക്യാപ്സിക്കം, കോളിഫ്ലവർ പോലുള്ള വെജീസും എല്ലാം തന്നെ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നോൺ വെജ് മാത്രം നിങ്ങൾ കഴിക്കാൻ പാടില്ല. നോൺ വെജിൻ്റെ കൂടെ തന്നെ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഭക്ഷണങ്ങളും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ബോഡിയിൽ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ നോൺ വെജ് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ പൈൽസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ രണ്ടും കൂടി മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ പ്രോബയോട്ടിക്സ് എടുക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങുക, കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഡെഫിഷ്യൻസീസ് കുറച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് മൂലം ഉണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടല്ലോ ശരീരത്തിൽ, അതെല്ലാം തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്, കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.